ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൃഷ്ണാസ് സ്റ്റോറി ടൈം. ശ്യാമവർണ്ണൻ കഥ കേൾക്കാം. ഇന്നലെ മുതലാണ് ശ്യാമവർണ്ണൻ വായിച്ചു തുടങ്ങിയത്. എല്ലാവരും കേട്ടിരിക്കുമല്ലോ. ശ്യാമവർണ്ണൻ എന്ന കഥ വായിക്കുമ്പോൾ ഓരോ പേജിലും ഒരു പ്രത്യേക കോളത്തിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിനോടൊപ്പം തന്നെ വായിക്കുന്നതാണ്. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭൃഗു വിഷ്ണുവിനെ തൊഴിക്കുന്നു. വിഷ്ണു ഉണർന്നിരുന്നു, എങ്കിലും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെയും ശേഷന്റെ ചുരുളുകളിൽ ചരിഞ്ഞു കിടന്നു. അതുകൊണ്ട് ഭൃഗു വൈകുണ്ഠത്തിലേക്ക് നടന്നു കയറി വിഷ്ണുവിൻ്റെ വലത്തെ ചുമലിൽ തൊഴിച്ചുകൊണ്ട്, ഉണർന്നെണീക്കൂ, ബ്രഹ്മാവിൻ്റെ യജ്ഞങ്ങൾ, വേദങ്ങളുടെ ജ്ഞാനം സ്വർഗത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. കൈലാസത്തിൽ തന്ത്രങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിച്ചുകൊണ്ട് ശിവൻ ശക്തിയുടെ കൈകളിൽ മറഞ്ഞിരിക്കുന്നു. താങ്കളാകട്ടെ ഇവിടെ തിരക്കിട്ട ഉറക്കത്തിലും. മാനവരാശിയെ ആരാണ് സഹായിക്കുക? ഉണർന്നെണീക്കൂ, താഴേക്ക് പോകൂ. വിഷ്ണു എഴുന്നേറ്റിരുന്നു. ഭൃഗുവിൻ്റെ കാലിൽ വീണുകൊണ്ട് അയാളോട് മാപ്പപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ വിനയഭാവം ഭാഗ്യത്തിൻ്റെ ദേവി കൂടിയായ ലക്ഷ്മിയെ അലോസരപ്പെടുത്തി. അങ്ങേക്ക് ഒട്ടും തന്നെ ആത്മാഭിമാനമില്ല, അവൾ പറഞ്ഞു. തുടർന്ന് വൈകുണ്ഠം വിട്ടുപോവുകയും ചെയ്തു. ഭൃഗു പുഞ്ചിരിച്ചു. വിഷ്ണുവിന് ലക്ഷ്മിയെ വൈകുണ്ഠത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി അവളെ ഭൂമിയിലേക്ക് അനുധാവനം ചെയ്യുകയല്ലാതെ ഒരു മാർഗമുണ്ടായിരുന്നില്ല. അവൾ രേണുകയുടെ രൂപം കൈക്കൊള്ളുമ്പോൾ അവൻ പരശുരാമനാകും. അവൾ സീതയാകുമ്പോൾ അവൻ രാമനാകും. അവൾ രാധയോ രുക്മിണിയോ സത്യഭാമയോ ദ്രൗപദിയോ ആകുമ്പോൾ അവൻ ശ്യാമായിരിക്കും. ഇനി പ്രത്യേകം കോളത്തിൽ കൊടുത്തതുകൂടി വായിക്കുന്നു. വിഷ്ണുവിൻ്റെ 2 പത്നിമാർ ഭൂ, ശ്രീ എന്നിവർ ഭൂമിയും ഐശ്വര്യവും വിഷ്ണുവിൻ്റെ ഇരുതോളുകളിലും യഥാക്രമം ഇടതും വലതുമായി ഇരിക്കുന്നു. ഭൃഗുവിൻ്റെ തൊഴി ശ്രീ വൈകുണ്ഠം വിട്ടുപോകുന്നതിനും ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനും കാരണമായി ഭവിക്കുന്നു. ഇതാണ് ക്ഷേത്രകഥാഖ്യാനം. നദ്വാരയിലും പുരിയിലുമുള്ള വിഷ്ണുവിൻ്റെ വിഗ്രഹങ്ങൾ പലപ്പോഴും ഭൃഗുവിൻ്റെ പാദമുദ്ര അഥവാ ഭൃഗുപാദം കൃഷ്ണൻ്റെ വലതു തോളിൽ വഹിക്കുന്ന മട്ടിലുള്ളതാണ്. തെക്കേ ഇന്ത്യയിലെ ചോള കാലഘട്ടത്തിൽ നിന്നുള്ള വെങ്കല വിഗ്രഹങ്ങളിൽ വലതു തോളിൽ ലക്ഷ്മിയുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഒരു ത്രികോണ മുദ്ര, അതായത് ശ്രീവത്സം ഉണ്ട്. ആന്ധ്രയിലെ തിരുപ്പതിയിൽ 7 കുന്നുകളിലായി തിരുപ്പതി ബാലാജി എന്ന പേരിൽ വിഷ്ണു അധിവസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുന്ന തിരുമല സ്ഥല പുരാണം എന്നതിൻ്റെ പ്രതിപാദ്യ വിഷയമാണ്. ഭൃഗു വിഷ്ണുവിൻ്റെ നെഞ്ചിൽ തൊഴിക്കുന്ന കഥ. ലക്ഷ്മിയെ ഭാർഗവി അഥവാ ഭൃഗുവിൻ്റെ പുത്രി എന്നും വിളിക്കാറുണ്ട്. തെക്കേ ഇന്ത്യയിൽ ഉള്ള അനേകം ക്ഷേത്രങ്ങളുടെ പാരമ്പര്യങ്ങൾ പ്രകാരം ലക്ഷ്മി ഭൂമിയിൽ ഒരു താമരപ്പൂവിൽ ജന്മമെടുത്തു. ഭൃഗു ലക്ഷ്മിയെ കണ്ടെത്തുകയും വളർത്തുകയും ചെയ്തു. ഭൃഗു ഭാവി ഫലം പ്രവചിക്കുക എന്ന അതിമാനുഷിക കലയുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഭാവിയിലേക്ക് നോക്കുവാൻ കഴിയുന്ന ഒരാൾക്ക് എപ്പോഴും ഭാഗ്യത്തിലേക്ക് അഭിഗമ്യതയുള്ളതിനാൽ ഇതിന് ഭൃഗുവും ലക്ഷ്മിയും തമ്മിലുള്ള പ്രചാരം സിദ്ധിച്ച കൂട്ടുകെട്ട് വിശദീകരിക്കുന്നതിന് സാധിക്കുന്നുണ്ട്. അത്ര കോളത്തിൽ കൊടുത്തത്. നെക്സ്റ്റ് ഭാഗം. ശുക്രൻ വിഷ്ണുവിനെ ശപിക്കുന്നു. ഭൂമിക്കടിയിലുള്ള രാജ്യമായ പാതാളത്തിൽ ജീവിക്കുന്ന അസുരന്മാരുടെ ഗുരുവാണ് ശുക്രൻ. ദേവന്മാർക്ക് എന്തെല്ലാമുണ്ടോ അവയെല്ലാം തങ്ങൾക്കും വേണമെന്ന് അസുരന്മാർ ആഗ്രഹിച്ചു. ആഗ്രഹപൂർത്തീകരണം സാധ്യമാക്കി തീർക്കുന്ന കാമധേനു എന്ന പശു, ആഗ്രഹപൂർത്തീകരണം സാധ്യമാക്കി തീർക്കുന്ന വൃക്ഷമായ കൽപ്പതരു, ആഗ്രഹപൂർത്തീകരണം സാധ്യമാക്കി തീർക്കുന്ന ചിന്താമണി എന്ന രത്നം. എന്നാൽ ആകാശങ്ങൾക്ക് മുകളിൽ സ്വർഗലോകത്ത് താമസിച്ചിരുന്ന ദേവന്മാർക്കാകട്ടെ അങ്ങനെ പങ്കുവെക്കേണ്ടത് ഒരു ആവശ്യമായി ഒട്ടു തോന്നിയതുമില്ല. ശുക്രൻ പറഞ്ഞു, നാരായണൻ നിദ്ര വിട്ട് ഉണരുകയും വിഷ്ണുവായി രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ മുഴുവൻ ലോകവും നിലവിൽ വരുന്നു.
വിഷ്ണു തിരികെ നാരായണനായി നിദ്ര പോകുമ്പോൾ ലോകം അവസാനിച്ചു പോകുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം അവൻ ഉണർന്നിരുന്നപ്പോൾ അസുരന്മാരെ തോൽപ്പിക്കുന്നതിന് വിഷ്ണു ദേവന്മാരെ സഹായിച്ചു. അസുരന്മാർ സ്വരക്ഷയ്ക്കായി എൻ്റെ മാതാവിൻ്റെ പിന്നിൽ ഒളിച്ചപ്പോൾ അവൻ എൻ്റെ മാതാവിൻ്റെ ശിരസ്സു ഛേദിച്ചു. ആ പ്രാചീന കുറ്റകൃത്യത്തിൻ്റെ പേരിൽ ഞാൻ വിഷ്ണുവിനെ ശപിക്കുന്നു. അവൻ ഭൂമിയിൽ ജനിക്കാൻ ഇടവരട്ടെ. ഒരു സാധാരണ മനുഷ്യൻ എന്നതുപോലെ ജനനവും കഷ്ടതകളും അനുഭവിക്കട്ടെ. നീ നിന്റെ സ്വന്തം മാതാവിൻ്റെ ശിരസ്സ് ഛേദിക്കാൻ ഇടവരട്ടെ. നിന്റെ സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുവാനിടയാകട്ടെ. നിന്റെ സ്വന്തം മക്കൾ മരണം പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുവാനും ഇടവരട്ടെ. അങ്ങനെ വിഷ്ണുവിന് ഭൂമിയിൽ അവതരിക്കേണ്ടി വരികയും തൻ്റെ സ്വന്തം മാതാവായ രേണുകയുടെ ശിരസ്സു ഛേദിച്ച പരശുരാമനായും തൻ്റെ സ്വന്തം ഭാര്യ സീതയെ ഉപേക്ഷിക്കേണ്ടി വന്ന രാമനായും തൻ്റെ സ്വന്തം മക്കൾ മരിക്കുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ശ്യാമായും ഈ ശാപം ജീവിച്ചു തീർക്കേണ്ടതായും വന്നു. കോളം ഹിന്ദു പുരാണേതിഹാസങ്ങൾ പ്രകാരം ആകാശത്തിനു മുകളിൽ ജീവിക്കുന്ന ദേവന്മാർ ഭൂമിക്കടിയിൽ ജീവിക്കുന്ന അസുരന്മാരുമായി നിരന്തരം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം മുഗൾ കാലഘട്ടത്തിലെ പേർഷ്യക്കാരായ കലാകാരന്മാരും അസുരന്മാരെ കറുപ്പു നിറത്തിൽ ചിത്രീകരിച്ചു അവർ. പിന്നീട് പൂർവ്വദേശത്തെ സംസ്കൃതിയും ഭാഷകളും പഠിക്കുന്ന ബ്രിട്ടീഷുകാരും അവരെ ദൈവങ്ങളും രാക്ഷസന്മാരും എന്ന രണ്ട് വിഭാഗങ്ങളായി തെറ്റായി വ്യാഖ്യാനിച്ചു. വാസ്തവത്തിൽ അവർ ഇരുകൂട്ടരും ബ്രഹ്മാവിൽ നിന്ന് ജനിച്ച രണ്ടു തരം ദൈവതങ്ങൾ തന്നെയാണ്. ദേവന്മാർക്ക് പിന്തുണ നൽകുന്നത് ബൃഹസ്പതി അഥവാ വ്യാഴമാണ്. അവർക്ക് അമർത്യത നൽകുന്ന തേൻ അല്ലെങ്കിൽ അമൃത് അഭിഗമ്യവുമാണ്. അസുരന്മാർക്ക് പിന്തുണ നൽകുന്നത് ശുക്രനാണ്. അവർക്ക് പുനരുജ്ജീവനത്തിൻ്റെ ശാസ്ത്രം സഞ്ജീവനി വിദ്യ അഭിഗമ്യവുമാണ്. അങ്ങനെ അവർ ഒരേപോലെ പരസ്പരം ചേർച്ചയുള്ളവരുമാണ്. എന്നിരുന്നാലും ദേവന്മാർക്കുള്ളത് എന്തെല്ലാമാണോ അതെല്ലാം സ്വന്തമാക്കണമെന്ന് അസുരന്മാർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് തങ്ങൾ ചതിക്കപ്പെട്ടവരാണ് എന്ന തോന്നലുണ്ട്. ദേവന്മാരാകട്ടെ ഇത് തങ്ങളുടെ അവകാശമാണെന്ന മട്ടിൽ പെരുമാറുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ ലക്ഷ്മി അറിയപ്പെടുന്നത് അസുര രാജാവായ പുലോമൻ്റെയും ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ്റെ ഭാര്യയുടെയും അതായത് ഇന്ദ്രാണി പുത്രിയായ സാജി അതായത് പൗലോമി ആയിട്ടാണ്. എല്ലാവരും അദ്ദേഹത്തെ ഭാഗ്യത്തിൻ്റെ ദേവതയാണ് അവൾ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഭാഗ്യത്തിൻ്റെ ദേവതയാണ് അവൾ. എല്ലാവരും അവളുടെ പിന്നാലെ പോകുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് വിഷ്ണുവിനെയാണ്. അവൻ സ്വയം അവൾക്ക് യോഗ്യനായി തീരുന്നു. ശിഷ്ടാചാരപരമായ പെരുമാറ്റ സംഹിത സ്ഥാപിച്ചുകൊണ്ട് വിഷ്ണു അവളെ പരിപാലിക്കുകയും ചെയ്യുന്നു. ഹിന്ദുമത പുരാണേതിഹാസങ്ങളിൽ കർമ്മത്തിൻ്റെ നിയമങ്ങൾ അഥവാ ആകസ്മിക ദുരന്തങ്ങൾ വിശദീകരിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് ശാപങ്ങളും അനുഗ്രഹങ്ങളും. അങ്ങനെ ശുക്രൻ്റെ ശാപത്തിലൂടെ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ വിശദീകരിക്കപ്പെടുന്നു. ദൈവം പോലും കർമ്മത്താൽ ബന്ധിതനത്രേ. വിഷ്ണുവിൻ്റെ ഭൂമിയിലുള്ള അവതാരം ആകസ്മികമായി സംഭവിച്ചതോ വിചിത്രതരമോ അല്ല തന്നെ. അതിന് ഒരു കാരണമുണ്ട്. അത് അവൻ്റെ പ്രവൃത്തികളുടെ അനന്തരഫലമാണ്. ഭൂമി ദേവി വിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഒരു പശുവിൻ്റെ നിലവിളി ശബ്ദം വൈകുണ്ഠത്തിൽ വ്യാപിച്ചു. അത് ഭൂമിദേവി ആയിരുന്നു. ഭൂമിയുടെ ദേവി തൻ്റെ ജനനത്തിൻ്റെ കഥ അവൾ വിഷ്ണുവിനെ ഓർമ്മിപ്പിച്ചു. പണ്ട് വളരെ കാലം മുമ്പ് നീ നിദ്രയിലായിരിക്കവേ നിന്റെ ചെവിക്കായത്തിൽ നിന്ന് 2 രാക്ഷസന്മാർ ആവിർഭവിച്ചു, മധു കൈബടൻ എന്നിവർ. അവർ ബ്രഹ്മാവിനെ വളരെയധികം പീഡിപ്പിച്ചു. വേദങ്ങൾ മോഷ്ടിക്കുവാനും ശ്രമിച്ചു. നിന്റെ നാഭിയിൽ നിന്ന് ഉയർന്നു വന്ന താമരയിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവ് നിസ്സഹായതയാൽ കരഞ്ഞു. അവസാനം നീ ഉണർന്നെഴുന്നേറ്റു.
കുതിരയുടെ ശിരസ്സുള്ള ഹയഗ്രീവന്റെ രൂപത്തിൽ നീ വേദങ്ങൾ വീണ്ടെടുത്തു. മധു, കൈബടൻ എന്നീ രാക്ഷസന്മാരെ നീ നിഗ്രഹിച്ചു. അവരുടെ മജ്ജ ആദ്യത്തെ ജലമായി ഊറി വന്നു വീഴുന്നതിന് അനുവദിച്ചു. ജലം വീണിടം ഭൂമിയായി മാറുകയും ചെയ്തു. അങ്ങനെ ഞാൻ ജനിച്ചു. നീ എന്നെ സൃഷ്ടിച്ചു. മധുസൂദനനാണ് നീ എന്നെ സൃഷ്ടിച്ച മധുസൂദനനാണ്, മധുവിനെ നിഗ്രഹിച്ചവൻ. മധു, കൈബടൻ എന്നീ രാക്ഷസന്മാരുടെ മജ്ജയിൽ നിന്ന് ജനിച്ച മേദിനിയാണ് ഞാൻ. പിന്നീട് തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് അവൾ വിഷ്ണുവിനോട് വിവരിച്ചു. വേനൻ എന്ന രാജാവ് ഭൂമിയെ മുതലെടുത്തപ്പോൾ ഋഷിമാർ അവനെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ്റെ ശവശരീരത്തിൽ നിന്ന് വളരെ കൂടുതൽ ശുദ്ധീകരിക്കപ്പെട്ടവനായ പൃഥു എന്ന രാജാവിനെ കടഞ്ഞെടുത്തു. പൃഥു അവൻ്റെ പിതാവിനെ പോലെ തന്നെ ആയിത്തീർന്നാലോ എന്ന് ഭയപ്പെട്ട് അവൾ ഒരു പശുവിൻ്റെ രൂപം പൂണ്ട് അവനിൽ നിന്ന് ഓടിയകന്നു. പൃഥു ആകട്ടെ തൻ്റെ രഥത്തിൽ അവളുടെ പിന്നാലെ പാഞ്ഞു അവളെ ഒരു വില്ല് കുലച്ച് ഭയപ്പെടുത്തുകയും ചെയ്തു. ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും അവളോട് ബഹുമാനപൂർവ്വം പെരുമാറുമെന്ന് ഉറപ്പിക്കും വിധം ധർമ്മം സംസ്ഥാപിക്കുമെന്ന് അവൻ വാഗ്ദാനം നൽകിയ ശേഷം മാത്രമേ അവൾ സമാധാനപ്പെട്ടുള്ളൂ. ഇനിമേൽ എല്ലാ രാജാക്കന്മാരും ഗോപാലകന്മാർ ഏതു തരത്തിലാണോ തങ്ങളുടെ ഗോക്കളെ കൈകാര്യം ചെയ്യുന്നത് ഔവിധത്തിൽ തന്നെ ഭൂമിയെയും കൈകാര്യം ചെയ്തേ മതിയാകൂ എന്ന് അവർ പ്രഖ്യാപനവും നടത്തി. ഗോപാലകനിൽ നിന്ന് ഗോമാതാവിലേക്ക് രാജാക്കന്മാർ തങ്ങളുടെ വാക്കുകളിൽ നിന്ന് പിന്നോക്കം പോയി. അവർ അങ്ങോട്ട് നൽകുന്നതിനു പകരം ഇങ്ങോട്ട് പിടിച്ചെടുത്തു. അവർ എടുക്കും, പക്ഷേ പങ്കുവെക്കുകയില്ല. ഭൂമിയിലേക്ക് അവതരിച്ചാലും പ്രഭു ധർമ്മം വീണ്ടെടുത്താലും അവൾ നിലവിളിച്ചു. ഇനി എനിക്ക് ഇത് തീരെ സഹിക്കാനാവില്ല. മനുഷ്യരുടെ ഭയം അതിരുകളില്ലാത്തതാണ്. മനുഷ്യരുടെ വിശപ്പ് ഒരിക്കലും തൃപ്തിപ്പെടുത്തുവാനാവില്ല. സ്വത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള അവരുടെ ത്വരയിൽ സ്രോതസ്സുകൾക്കായി അവർ ഭൂമിയെ കൊള്ളയടിക്കുന്നു. പാലല്ല, രക്തം കിനിഞ്ഞു തുടങ്ങുന്നതുവരെ അവർ എൻ്റെ അകിടുകൾ ഞെരിക്കുന്നു. ആരെങ്കിലും അവരെ ഒന്ന് വിലക്കിയേ മതിയാകൂ. ആരെങ്കിലും എന്നെ സഹായിച്ചേ മതിയാകൂ. ഭൂമിയുടെ ഗോപാലകൻ്റെ രൂപത്തിൽ വിഷ്ണു മടങ്ങിയെത്തുന്നതിനുള്ള സമയം സംജാതമായിരിക്കുന്നു. ഉണർന്ന വിളിയുടെ ഓർമ്മ പുതുക്കുന്നതിനായി ഭൃഗുവിൻ്റെ പാദത്തിൻ്റെ പാടുകൂടി അവൻ ചുമലിൽ വഹിക്കുകയും ചെയ്യും. ഇനി പ്രധാനപ്പെട്ട കോളത്തിൽ കൊടുത്ത ഭാഗം. ഹരിവംശത്തിൽ വിഷ്ണു മധു, കൈബടൻ എന്നിവരെ നിഗ്രഹിക്കുന്നുണ്ട്. മഹാഭാരതത്തിലെ നാരായണീയം ഭാഗത്തിലാകട്ടെ ഇരട്ട പിറന്ന 2 രാക്ഷസന്മാരും കൂടി ബ്രഹ്മാവിൽ നിന്ന് മോഷ്ടിച്ച വേദങ്ങൾ തിരികെ പിടിക്കുന്നതിനു വേണ്ടി വിഷ്ണു കുതിരയുടെ ശിരസ്സുള്ള ഹയഗ്രീവൻ്റെ രൂപം കൈക്കൊണ്ടു എന്നതാണ്. ഭാഗവത പുരാണത്തിൽ ഭൃഗുവിൻ്റെ കഥ പുനരാഖ്യാനം ചെയ്യുന്നുണ്ട്. വേനൻ്റെ ശരീരം ഋഷിമാർ കടയുമ്പോൾ ആദ്യം പുറത്തു വന്നത് ഒരു ഗോത്രവർഗക്കാരനാണ്, നിഷാദൻ. വനാന്തരങ്ങളിൽ കൊള്ളയടിച്ച് ജീവിക്കുന്നവൻ. പിന്നെ സംസ്കാരത്തെയും ശുദ്ധീകരിക്കലിനെയും സൂചിപ്പിക്കുന്ന പൃഥു വന്നു. ദൈവങ്ങൾ അവന് നൽകിയ വില്ല് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പൃഥു വിഷ്ണുവിൻ്റെ ഒരു അപൂർണമായ അവതാരമാണ്. രാമനും കൃഷ്ണനും വിഷ്ണുവിൻ്റെ പരിപൂർണ അവതാരങ്ങളാണ്. ഇവയിൽ തന്നെ കൃഷ്ണനാണ് ഏറ്റവും പരിപൂർണൻ. രാമനെ പോലെ അല്ലാതെ അവന് തൻ്റെ ദിവ്യത്വത്തെപ്പറ്റി നിരന്തരം അവബോധമുണ്ട്. വിനോദപര ലീലയും സഹൃദയത്വമുള്ള ആനന്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തൻ്റെ സ്ത്രൈണവംശം സന്തോഷത്തോടെ പുൽകുകയും ചെയ്യുന്നു. പല വൈഷ്ണവ പാരമ്പര്യങ്ങളിലും ഗുരുക്കന്മാരെ കൃഷ്ണൻ്റെ അവതാരം അഥവാ അവതാരത്തിൻ്റെ അവതാരം, അവതാരാവതാരം,
ആയിട്ടാണ് പരിഗണിച്ചു വരുന്നത്. ഇക്കാരണത്താലാണ് ഗൗഡീയ വൈഷ്ണവ പരമ്പരയുടെ അനുയായികൾക്കിടയിൽ ചൈതന്യവും പരസ്പരം കൂടിച്ചേർന്ന മട്ടിലുള്ള രാധാകൃഷ്ണ രൂപവും ശ്രീകൃഷ്ണ ചൈതന്യ രാധാകൃഷ്ണ നഹി അന്യ തമ്മിൽ അന്തരമില്ലാത്തത്. എന്നിരുന്നാലും ദൈവം ഇച്ഛാനുസരണം പല രൂപങ്ങളിൽ കാണപ്പെടുന്നു എന്ന ആശയം വളരെ പുരാതനമാണ്. അത് വേദകാല സാഹിത്യരചനകളിൽ കാണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ വ്യൂഹം എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. 1500 വർഷങ്ങൾക്ക് മുമ്പ് പുരാണങ്ങൾ രചിക്കപ്പെട്ടപ്പോൾ അവതാരം എന്ന വാക്ക് പ്രചാരം നേടി. അവതാരവും ധർമ്മവും സാമൂഹിക ആശയങ്ങളാണ്. ഈശ്വരാംശം ലോകവുമായി വ്യാപൃതമാകാനുള്ള വഴിയാണ് അവതാരം. എന്നാൽ ധർമ്മമാകട്ടെ സഹജമായ ജന്തുവാസനയ്ക്ക് അതീതമായി മനുഷ്യരുടെ കഴിവുകൾ ഉയർന്നു നിൽക്കുന്നതിനു വേണ്ടി തിരികൊളുത്തുന്നതിനുള്ളതാണ്. വിഷ്ണു പുരാവൃത്ത ആഖ്യാനങ്ങളിൽ ഈ 5 ആശയം ഉരുത്തിരിയുന്നത് സമൂഹവുമായി ഇടപഴകുന്ന ഈശ്വരാംശത്തിൻ്റെ ഗൃഹജനം എന്ന വശമാണ്. വിട്ടുനിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഈശ്വരാംശത്തിൻ്റെ സന്യാസം എന്ന ശിവൻ്റെ വശത്തിന് ഘടകവിരുദ്ധമാണ് ഇത്. എന്നാൽ ഇക്കാലത്ത് ജനങ്ങൾ ശിവൻ്റെ അവതാരം, ദേവിയുടെ അവതാരം എന്നും മറ്റും കൂടുതലായി പരാമർശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ പരാമർശങ്ങൾ ഭൂലോകം മുഴുവൻ മുഴുകുന്ന വിഷ്ണു എന്ന ആശയത്തിനും ഭൂലോകം ഉപേക്ഷിക്കുന്ന ശിവനും ഭൂലോകത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ദേവിയും തമ്മിലുള്ള വ്യത്യാസം നേർപ്പിക്കുന്നു. ജയദേവൻ്റെ ഗീതാഗോവിന്ദം എന്ന രചനയിൽ പരാമർശിക്കപ്പെട്ടപ്പോൾ മുതൽക്കാണ് വിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളുടെ പ്രാമാണികമായ പട്ടിക പ്രചാരം നേടിയത്. ജൈനമതക്കാരുടെ നേതാവായിരുന്നു ഋഷഭൻ, വശീകരണക്കാരിയായ മോഹിനി, കപില മഹർഷി, ഹംസം എന്ന അരയന്നം എന്നിവർ ഉൾപ്പെടെ പഴയ ഭാഗവത പുരാണത്തിൽ 22 അവതാരങ്ങളുണ്ട്. അവതാരം എന്നതിൻ്റെ ഹിന്ദുമതപ്രകാരമുള്ള ആശയം, അതായത് മനുഷ്യജന്മങ്ങൾക്ക് തങ്ങളുടെ മനുഷ്യപ്രകൃതി കണ്ടുപിടിക്കുന്നതിനു വേണ്ടി അപരിമിതം എന്നത് പരിമിതമായി മാറുന്നു. അമേരിക്കൻ ആശയമായ അതിമാനുഷനായ പരിവേഷത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാൽ സാധാരണക്കാരൻ അസാധാരണത്വം കൈവരിക്കുന്നു. അതിൽ നിന്നും തുലോം വിഭിന്നമാണ്. ഇതോടുകൂടി ഈ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം ഭാഗം 2 നവജാത ശിശു എന്നുള്ള ഭാഗം കേൾപ്പിക്കാം. താങ്ക് യു.